സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളെ കൊല്ലുന്ന അമ്മമാർ അതൊരു സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അത്തരമൊരു സംഭവം ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സ്കൂൾ കാല സുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി ഒരമ്മ സ്വന്തം മക്കൾക്ക് മരണം സമ്മാനിച്ചിരിക്കുകയാണ്. മക്കൾക്ക് വിഷം നൽകി 3 മക്കളെയും ഈ അമ്മ കൊന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. 45-കാരിയായിട്ടുള്ള രജിതയാണ് കൊലപാതകി. 45-കാരിയായിട്ടുള്ള രജിത പ്രായപൂർത്തിയാകാത്ത തൻ്റെ 3 മക്കളെയും ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബജീവിതത്തിൽ ഇവർ സന്തോഷവതിയായിരുന്നില്ല എന്നാണ് സംഭവത്തിന് പിന്നാലെ പലരും പ്രതികരിക്കുന്നത്. പഴയ കൂട്ടുകാരനൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹത്തിന് മക്കൾ തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ് അവരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നതാണ് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. സായി കൃഷ്ണ എന്ന് പറയുന്ന 12 വയസ്സുകാരൻ, മധുപ്രിയ എന്ന 10 വയസ്സുകാരി, ഗൗതം എന്ന 8 വയസ്സുകാരൻ, ഇങ്ങനെ 3 മക്കളെയാണ് ഈ അമ്മ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം രജിതയും വിഷം കഴിച്ചതായിട്ടും പോലീസ് പറയുന്നു. നിലവിൽ ഇവർ ചികിത്സയിൽ തുടരുകയാണ്. അടുത്തിടെ രജിത തന്റെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയിരുന്നു. അവിടെ വെച്ച് തന്റെ പഴയ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടി. ഇതിനുശേഷം ഇരുവരും തമ്മിൽ സൗഹൃദം ബലപ്പെട്ടു. അത് വൈകാതെ പ്രണയത്തിലേക്ക് വഴിമാറി എന്നാണ് വിവരം. കൂട്ടുകാരനൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹം രജിതയിൽ ശക്തമായതോടെയാണ് അതിന് തടസ്സമായി മുന്നിലുണ്ടാകുന്നത് തന്റെ മക്കളാണെന്ന് രജിത മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെ ഇങ്ങനെയൊരു കടും കൈ ചെയ്യുന്നത്. സംഭവ ദിവസം അത്താഴത്തിന് തൈരിൽ വിഷം ചേർത്താണ് രജിത മക്കൾക്ക് നൽകിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച പിന്നാലെ കുട്ടികൾക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയായിരുന്നു. രജിതയുടെ ഭർത്താവ് ചെന്നൈ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം നടന്നത്. വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് അനക്കമറ്റു കിടക്കുന്ന മക്കളെയായിരുന്നു. ഇതോടുകൂടെയാണ് വയറുവേദനിക്കുന്നുവെന്ന് രജിത പറയുന്നത്. ഈ സംഭവത്തോടെ ചെന്നൈ എന്ന് പറയുന്ന രജിതയുടെ ഭർത്താവ് ഉടൻ തന്നെ ഇവരെ കുട്ടി ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിച്ചത് ചെന്നൈയെ ആയിരുന്നുവെങ്കിലും പിന്നീട് വിശദമായ അന്വേഷണത്തിൽ പ്രതി രജിതയാണ് എന്നത് പോലീസിന് ബോധ്യമായി. കേസിലെ വിശദവിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള മരണങ്ങൾ, അമ്മയും മക്കളും ഒരുമിച്ച് മരിക്കുന്ന സംഭവങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ ഒരു സമയത്ത് ഏറ്റവും ദുരൂഹതകൾ ഒഴിയാതെ കിടക്കുന്ന ഒരു മരണം, അമ്മയും മക്കളുടെയും മരണം എന്ന് പറയുന്നത് ജിസ്മോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണമാണ്. ജിസ്മോളുടെ ഈ ഒരു മരണം എന്ന് പറയുന്നത് നിരവധി ദുരൂഹതകളാണ് നിഴലിച്ചു നിൽക്കുന്നത്. മീനച്ചാറ്റിൽ മുങ്ങി മരിച്ച നിലയിലാണ് ജിസ്മോൾ, അതായത് അഭിഭാഷകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന യുവതി ജിസ്മോളും അവരുടെ മക്കളുമൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി കണ്ടെത്തുന്നത്. മരണപ്പെട്ട ജിസ്മോളുടെ കുടുംബത്തിന്, ഭർത്താവിൻ്റെ കുടുംബത്തിന് സംശയമുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നത്. തൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവളല്ല എന്നും ഭർത്തൃവീട്ടുകൾ തൻ്റെ മകളെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്നും ജിസ്മോളുടെ പിതാവും സഹോദരനുമൊക്കെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഭർത്തൃവീട്ടിൽ നിന്ന് നിരന്തരമായി ജിസ്മോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നും മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ എന്താണ് തൻ്റെ മകൾക്ക് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് എന്നുമാണ് ജിസ്മോളുടെ പിതാവ് പറയുന്നത്. എന്താണെന്ന് അന്വേഷിച്ച് ഈ സംഭവത്തിലെ ദുരൂഹത മായ്ക്കണമെന്നും ജിസ്മോൾക്ക് ആവശ്യമായിട്ടുള്ള പണമൊന്നും അവർ കൊടുത്തിരുന്നില്ല എന്നും ഭർത്താവിൻ്റെ കുടുംബമാണ് ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിലേക്ക് നയിച്ചിരിക്കുന്ന പ്രധാന കാരണമെന്നുമാണ് ഇവർ പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ശാരീരികമായും മാനസികമായും ജിസ്മോൾ പലതവണ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. ജിസ്മോളെ മർദ്ദിച്ച പാട് ശരീരത്തിൽ താൻ കണ്ടിട്ടുണ്ട് എന്നും പിതാവ് പറയുകയാണ്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് മക്കളായ നേഹയെയും നോറയെയും ഒപ്പം നീറിക്കാട് സ്വദേശിയായ ജിസ്മോളും മരണപ്പെട്ട നിലയിൽ മീനച്ചിലാറ്റിൽ നിന്ന് കണ്ടെത്തുന്നത്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരമനുസരിച്ച് 3 പേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് തന്നെയാണ് മരണകാരണമായി പറയുന്നത്. ജിസ്മോളുടെ കൈയിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. ജിസ്മോളുടെ നടുവിന് മുകളിലായി ചെറിയൊരു മുറിവുമുണ്ട്. മക്കൾ 2 പേരുടെയും ശരീരത്തിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തിയിരുന്നു. ആറ്റിൽ ചാടുന്നതിന് മുമ്പ് ജിസ്മോൾ മക്കൾക്ക് വിഷം നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. നിലവിൽ മക്കളുടെ മരണത്തിന് നിരവധി സംശയങ്ങളുണ്ട് എന്നും മരണത്തിൽ ദുരൂഹത നീക്കി മകൾക്ക് നീതി വാങ്ങാൻ വേണ്ടി നിയമപോരാട്ടം നടത്തുമെന്നുമാണ് ജിസ്മോളുടെ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാലും മക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മരണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരുടെ എണ്ണം, അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മക്കളെ കൊല ചെയ്യുന്ന അമ്മമാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു കൗൺസിൽ അടക്കം നൽകേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.